ചില രോഗാവസ്ഥകളൊക്കെ മനുഷ്യനിൽ കടന്നു വരാൻ വരില്ലെന്നല്ല ഞാൻ പറയുന്നത്. സഹനങ്ങളുടെ കൂടെ താങ്ങാൻ പറ്റാത്ത മാരകമായ രോഗങ്ങളും മരണതുല്യമായ രോഗാവസ്ഥയൊക്കെ കടന്നു വരാം. പക്ഷേ ദൈവത്തിൽ ആശ്രയം വെക്കുന്ന ഒരു വ്യക്തിക്ക്, പൂർണ്ണതയിലുള്ള ഒരു വ്യക്തിക്ക് അതൊരു ഭയപ്പെടുത്തലോ കീഴ്പ്പെടുത്തലോ ആവില്ല. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആദ്യം അവൻ ദൈവത്തിലൂടെ ജീവിക്കുമ്പോൾ ചിന്തിക്കേണ്ട ഏക വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലോകം താൽക്കാലികവും, ഇവിടുന്ന് ഞാൻ ഏത് നിമിഷവും കടന്നു പോകേണ്ടവനും, ഞാൻ എപ്പോൾ വിളിച്ചാലും തിരിച്ചു പോകുമ്പോൾ യാതൊരു പ്രതിബദ്ധതയുമില്ലാതെ ദൈവം തന്ന ജീവിതം സന്തോഷത്തോട് ദൈവത്തോടു കൂടി തന്നെ ഞാൻ ഇവിടെ ജീവിച്ചു എന്നും എന്നെ ഏൽപ്പിച്ച ദൗത്യം ഏത് നിമിഷമാണോ ആ നിമിഷം വരെ ഞാൻ പൂർണ്ണതയിൽ പൂർത്തീകരിച്ചുവെന്ന ബോധ്യം അവനുണ്ടെങ്കിൽ തീർച്ചയായും നിലനിൽക്കില്ല എന്ന് ജനനം മുതൽ ഉറപ്പുള്ള ഒരു കാര്യമായതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ഭയപ്പെടേണ്ടതോ പേടിക്കേണ്ടതോ ഇല്ല. പക്ഷെ ഒരു രോഗം കടന്നു വന്നാൽ പോലും നമ്മൾ എത്ര നാൾ പിന്നീട് ഇവിടെ സർവൈവ് ചെയ്യണമെന്ന് തമ്പുരാൻ തീരുമാനിക്കുന്ന സമയം വരെ നമ്മളിവിടെ നിലനിൽക്കും എന്ന വിശ്വാസവും അതിൽ നിന്നുള്ള തിരിച്ചറിവും കിട്ടാൻ എവിടുന്നേലും ഒരു മനുഷ്യന് കഴിഞ്ഞാൽ അവനൊരിക്കലും ഭയപ്പെടുകയില്ല. കാരണം അവന് ബാക്കി കിട്ടുന്ന സമയം മുഴുവൻ കുറേയും കൂടി ദൈവവുമായി ചേർന്ന് നിന്നുകൊണ്ട് ലോകത്തിന്റെ ആഗ്രഹങ്ങളിൽ നിന്ന് വിടുതൽ മേടിച്ച് ഇവിടെ ജീവിക്കാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞു വരുന്നത്, നമ്മൾ ആരും ഇങ്ങനെ ഒരു ചിന്താഗതിയിലല്ല ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ മടങ്ങി വരണം എന്ന ഓർമ്മപ്പെടുത്തൽ ഈ വചനം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. ഈ വചനത്തിൽ പാപത്തിന്റെ ആഴത്തെക്കുറിച്ചും മരണത്തിലേക്കുള്ള പാപത്തെക്കുറിച്ചും, പാപം എന്താണെന്ന് തിരിച്ചറിവ് കിട്ടിയിട്ട് അതിലേക്ക് യാത്ര ചെയ്യാതെ ഈ ലോകത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന തിരിച്ചറിവ് ഒരു മനുഷ്യന് കിട്ടിയിട്ട് അതുമായി മുന്നോട്ട് പോകാതെ അവൻ ജീവിതത്തിൽ ദൈവത്തെ അറിയാതെ ജീവിച്ചു വരുത്തി വെക്കുകയും ചെയ്യരുതെന്ന് പറയുന്ന പ്രവൃത്തികൾക്ക് അതീതമായ പ്രവൃത്തികൾ ചെയ്ത് മരണതുല്യമായ പാപാവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്ന മനുഷ്യനു വേണ്ടി പ്രാർത്ഥിച്ചാൽ പോലും പ്രതിഫലം കിട്ടില്ല എന്ന ബോധ്യം ഈ രണ്ട് വചനഭാഗവും മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്നു. ഇത്രയും ഭംഗിയായ വചനഭാഗം ബൈബിളിൽ കിടക്കുമ്പോൾ ഇത് വായിക്കാൻ തയ്യാറാകുന്ന ഒരു ക്രിസ്ത്യാനിക്ക് സ്വയം ഒന്ന് വിലയിരുത്താൻ കഴിയുന്നതാണ്. വളരെ സിമ്പിളായി മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ പരിശുദ്ധാത്മാവിന്റെ അതിപ്രസരണം ഒന്നും ഒരു മനുഷ്യന് തിരിച്ചറിവിന് കിട്ടിയില്ലെങ്കിൽ പോലും ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് വചനത്തിൽ നിന്നും പാപത്തിന് രണ്ട് തലങ്ങളുണ്ട് എന്നും, പാപത്തെക്കുറിച്ച് തിരിച്ചറിവ് നേടിയിട്ട് നമ്മൾ പാപത്തിലേക്ക് പോകുമ്പോൾ വരുന്ന അവസ്ഥകൾ എന്താണെന്നും, ഈ പാപത്തിന്റെ ആഴത്തിൽ മരണതുല്യമായ പാപവും അല്ലാത്ത പാപവും മനുഷ്യ ജീവിതത്തിലുണ്ട് എന്നും യോഹന്നാൻ വളരെ വ്യക്തമായി നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. അപ്പോൾ മരണതുല്യമായ പാപം ചെയ്തിട്ട് ദൈവത്തിന് നമ്മൾ കിടന്ന് കയ്യും കാലും ഇട്ടടിച്ചാൽ നമ്മളോ നമ്മുടെ കുടുംബമോ നമ്മുടെ തലമുറകളോ ഒന്നും ആ പാപാവസ്ഥ തിരിച്ചറിവ് കിട്ടിയിട്ടില്ലെങ്കിൽ നിലനിൽക്കണമെന്നില്ല. അതിന് വലിയ വില കൊടുക്കേണ്ട വരും. അവന്റെ ആത്മാവ് വരെ നഷ്ടപ്പെട്ടു പോകുമെന്ന ബോധ്യം ഒരു മനുഷ്യന് ഈ സുവിശേഷ ഭാഗങ്ങളിൽ നിന്ന് തരുന്നു. ഈ തിരിച്ചറിവുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ നമ്മൾ മരണതുല്യമായ ഏതേലും പാപാവസ്ഥകളിൽ ജീവിച്ച് കടന്നു പോകുന്നവരാണോ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എന്ന് വിലയിരുത്തുകയും ആ അവസ്ഥകളെ ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ പ്രായശ്ചിത്തത്തോടു കൂടിയ പ്രാർത്ഥന നമുക്ക് നടത്താൻ കഴിയുന്നില്ല എങ്കിൽ അതിന് പൂർത്തീകരണം ഉണ്ടാകുകയില്ല എന്നും ഉള്ള ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും കടന്നു വരുവാൻ വേണ്ടി ഈ വചനത്തെ ഈ അടിസ്ഥാനത്തിൽ നിങ്ങൾ വിലയിരുത്തി ചിന്തിച്ച് പ്രാർത്ഥിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു.